ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ കല്ലറയിൽ സ്ഥാനാർത്ഥികളുടെ ഒഴുക്ക്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് കല്ലറിലെത്തി പ്രാർത്ഥിക്കാനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ എത്തുന്നത്. അവരുടെ ഇപ്പോൾ കാണുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളൊക്കെ കല്ലറയിൽ പ്രാർത്ഥിക്കാനായി എത്തിയിരിക്കുകയാണ്. ഈ കല്ലറയ്ക്ക് സമീപം നിന്ന് പുതുപ്പള്ളിയിൽ നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. ടോബി, ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും SKN, അത് ഇന്നലെ രാത്രി മുതൽ, അതായത് ഈ സ്ഥാനാർത്ഥി നിർണയം ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി, സീറ്റ് കഴിഞ്ഞതിന് ശേഷം വലിയ തിരക്കുണ്ട് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക്. എന്തായാലും നമുക്കിപ്പോൾ കാണാം, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നവർ, അതുപോലെ തന്നെ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നവർ, നഗരസഭയിലേക്ക് മത്സരിക്കുന്നവർ, ആ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ അവരുടെ നാമനിർദ്ദേശ പത്രികയുമായിട്ടാണ് ഈ കല്ലറയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ എത്തി പ്രാർത്ഥിച്ചതിന് ശേഷം മടങ്ങുക എന്നുള്ള, ഈ നാമനിർദ്ദേശം നൽകുക എന്നുള്ള ഒരു തീരുമാനമാണ് ഇവരിൽ ഭൂരിഭാഗം പേരും എടുത്തിരിക്കുന്നത്. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ സ്ഥാനാർത്ഥി ചേരുന്നുണ്ട്. ചേട്ടാ, എവിടെയാണ് മത്സരിക്കുന്നത്? ഞാൻ പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പുതുപ്പള്ളി ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. പേര് ജിനു കേപ്പ്. എന്താണ് ഇവിടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്ത് വന്നിട്ട് പോകാനുള്ള ഒരു കാരണം? ഉമ്മൻചാണ്ടി സാർ, ഞാൻ 2010 മുതൽ ജനപ്രതിനിധിയാണ്. എന്നെ ഈ പദവിയിലേക്ക് കൈ പിടിച്ച് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഒരിക്കലും നമുക്ക് പുതുപ്പള്ളിക്കാർക്കെന്നല്ല, നമുക്ക് ആർക്കും തന്നെ മറക്കാവുന്നതല്ല അദ്ദേഹത്തെ. ഏത് കാര്യത്തിനും എന്ത് ആവശ്യത്തിനും നമുക്ക് ഓടിയെത്താവുന്ന ഒരു അദ്ദേഹമായിരുന്നു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളോടൊപ്പം ഉണ്ട്. ഈ കല്ലറയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ച് മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങൾ, ഒരു പുതിയ പദവിയാണെങ്കിലും ബ്ലോക്കിൽ നമ്മൾ ആരംഭിക്കുന്നുള്ളൂ. SKN, നമുക്ക് ഈ പുതുപ്പള്ളി അല്ലെങ്കിൽ കോട്ടയം ജില്ല എന്ന് മാത്രമല്ല, വിവിധ ജില്ലകളിൽ നിന്ന്, പത്തനംതിട്ടയിൽ നിന്ന് വന്നു, ഇടുക്കിയിൽ നിന്ന് ആളുകൾ വന്നു, അങ്ങനെ നിരവധി സ്ഥാനാർത്ഥികൾ വരുന്നുണ്ട്. എവിടെയാണ് മത്സരിക്കുന്നത്? ഇവിടെ പുതുപ്പള്ളി പഞ്ചായത്ത് വാർഡ് 15, പേര് അനൂപി തോമസ്. അതുപോലെ തന്നെ നമ്മളോടൊപ്പം ജില്ലാ പഞ്ചായത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുണ്ട്. കുറിച്ചി ഡിവിഷനിലാണല്ലേ മത്സരിക്കുന്നത്. ഉമ്മൻചാണ്ടി സാറുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എത്തി അനുഗ്രഹം വാങ്ങിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനാക്കിയത് പൊതുപ്രവർത്തന രംഗത്തേക്ക് കൈപിടിച്ച് ഉയർത്തിയതും ഒക്കെ സാറിൻ്റെ കരങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സാറിൻ്റെ അനുഗ്രഹമില്ലാതെ ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സാറിൻ്റെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് സ്ഥാനാർത്ഥികൾക്കൊപ്പം. അതുപോലെ തന്നെ നമ്മളിവിടെ വന്നപ്പോൾ കണ്ടത് ഈ നാമനിർദ്ദേശ പത്രിക ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടു. എന്താണ്, അനുഗ്രഹത്തിന് വേണ്ടിയായിരുന്നു? അതെ, തീർച്ചയായിട്ടും. സാറിൻ്റെ ആത്മാവിന് മുമ്പിൽ സമർപ്പിച്ചിട്ട് പോകുമ്പോഴേ നമുക്ക് ആത്മധൈര്യം കിട്ടുന്നുണ്ട്. എല്ലാ വിജയങ്ങളും കിട്ടുമെന്ന് ഉറപ്പിക്കുന്നു. അതെ. ടോബി ജോൺസൺ ആണ് പുതുപ്പള്ളിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.